സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിന് അന്വേഷണം നേരിടുന്ന തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ഹോസ്പിറ്റലിനെതിരെ ചികിത്സാ പിഴവിന് നേരത്തെയും കേസ്. 2021 ഇവിടെ സമാന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊട്ടാരക്കര സ്വദേശി അമൃത് രാജിന്റെ മരണം ചികിത്സാ പിഴവ് കാരണമാണെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പേട്ട പോലീസാണ് അന്ന് എഫ്ഐആർ ഇട്ടത്. ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു മരണമെന്ന് മെഡിക്കൽ ബോർഡും കണ്ടെത്തിയിരുന്നു. എന്നിട്ടും പ്രവർത്തനം തുടർന്ന ക്ലിനിക്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അമൃത് രാജിന്റെ കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ാണ് കൊട്ടാരക്കര പുത്തൂർ സ്വദേശി അമൃത് രാജ് വയറിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ജൂൺ 11 ശസ്ത്രക്രിയ. 12 വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ അവശനായി. ഡോക്ടർ ബിബിലേഷിനെ വിളിച്ചപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ക്ഷീണം മാറുമെന്ന മറുപടി. തീരെ അവശനായതോടെ അമൃത് രാജ് 18 തിരുവനന്തപുരം പേട്ടയിലെ ക്ലിനിക്കിലെത്തി. ആരോഗ്യനില മോശമെന്ന് കണ്ട് ബിബിലേഷ് തന്നെ അമൃത് രാജിനെ ആനയറയിലെ ലോർഡ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുകാരെത്തിയപ്പോൾ ഹൃദയാഘാതമുണ്ടായെന്നും രക്ഷിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണെന്നും മറുപടി. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അമൃത് രാജ് മരിച്ചെന്ന് ബന്ധുക്കളെ അറിയിച്ച് ആശുപത്രി അധികൃതർ കൈകഴുകി. പുള്ളി പറഞ്ഞത് ബില്ലുണ്ട്, ഡിസ്ചാർജ് ബില്ലുണ്ട്, അതൊന്ന് പേ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞു. 10,000 രൂപയാണ് ബില്ല്. അത് താഴെ ഞാൻ കൗണ്ടറിൽ പോയി. അത് ഈ താഴെയാണ്, ഈ ഫസ്റ്റ് വന്ന കൗണ്ടറിൽ താഴെ വന്നു. ബില്ല് പേ ചെയ്തിട്ട് ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ആംബുലൻസ് കിടക്കുന്നിടത്തോട്ട് വന്നപ്പോൾ എന്നെ മേളിൽ നിന്ന് അവർ വിളിച്ചു, ഒന്ന് മേളിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ മേളിലോട്ട് ചെല്ലുമ്പോൾ അപ്പം ബിബിലേഷ് ഇല്ല അവിടെ. അപ്പോൾ ഈ മിസ്റ്റർ ഹരിദാസ് ആ ഡോക്ടറായിരുന്നു, അതിൻ്റെ MD ആണെന്ന് പറഞ്ഞു. പുള്ളിയുടെ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ക്യാബിനിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ അനിയൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആള് പോയി എന്നാണ് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം പേട്ട പോലീസിൽ പരാതി നൽകി. എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങി. മരണകാരണം ഹൃദയാഘാതമെങ്കിലും മരണത്തിലേക്ക് നയിച്ചത് ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. എന്നിട്ടും ക്ലിനിക്കിനെതിരെ നടപടി ഉണ്ടായില്ല. പേട്ടയിൽ ഒരു വീടിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്ക് അരശമൂട്ടിലെ ബഹുനില മന്ദിരത്തിലേക്ക് വളർന്നു. ഒടുവിൽ നീതു എന്ന 31-കാരിയെ കൊല്ലാക്കൊല ചെയ്തു. നീതുവിന്റെ ദുരവസ്ഥ അറിഞ്ഞതോടെയാണ് അമൃത് രാജിന്റെ കുടുംബവും നീതി തേടി ഇറങ്ങുന്നത്. എൻ്റെ അനിയനും ഇതേ ഇൻസിഡന്റ്, ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പെക്സിൽ പോകണം. ഞാനിത് ഇനിയിപ്പം CM കാണുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് പറയുക, DGPയെ കാണുക, എന്തുകൊണ്ട് എനിക്ക് ഈ നീതി നിഷേധം ഉണ്ടായി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാലേ എന്തുകൊണ്ട് ഇത് അപ്പെക്സിൽ പോയില്ല, അല്ലെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് പോകാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു. പേട്ടയിലെ ക്ലിനിക്ക് മുട്ടത്തറയിലേക്ക് മാറി. കൊട്ടാരക്കരയിലെ അമൃത് രാജിന്റെ സ്ഥാനത്ത് മുട്ടത്തറയിലെ നീതു വന്നു. ഇതിനപ്പുറം നീതുവും അമൃത് രാജും അനുഭവിച്ചത് ഒരേ വേദനയാണ്. ഇരു കുടുംബങ്ങൾക്കും പറയാനുള്ളത് ഒരേ കഥയാണ്. നീതുവിന് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കാം. ഡോക്ടർമാരുടെ ഭാഷയിൽ നീതുവിന് സംഭവിച്ചത് ക്ലിനിക്കൽ ആക്സിഡന്റ് മാത്രമാണ്. ഇനിയെങ്കിലും ഇത്തരം ക്ലിനിക്കൽ ആക്സിഡന്റുകൾക്ക് ഇരകളുണ്ടാകാതെ നോക്കേണ്ടത് സർക്കാരാണ്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ നീതുവിന്റെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് നീതുവിന്റെ കുടുംബം ഇതാദ്യമായല്ല അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊട്ടാരക്കരയിലെ ഒരു അമൃത് രാജിനും ഇതേ അനുഭവമുണ്ടായി, അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന അവരുടെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇപ്പോൾ അന്വേഷിച്ചു പോകുമ്പോൾ നീതുവിന് സംഭവിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അമൃതിനും അന്ന് സംഭവിച്ചത്. അമൃതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നത് ഈ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ പിഴവാണെന്ന് പറഞ്ഞു. പക്ഷേ അപകട സാധ്യതയുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണിത് എന്നൊക്കെ ഡോക്ടർമാർ വിശദീകരിക്കുമ്പോൾ പോലും ഒരേ തരത്തിൽ അപകടം വീണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല എന്നത് വലിയ വീഴ്ചയല്ലേ? ഷുജ, ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു, മറ്റൊരാൾക്ക് ഇപ്പോൾ ജീവന് വേണ്ടി മല്ലടിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴും ഈ നിയമപരമായി ക്ലിനിക്കിന് അനുകൂലമായ സമീപനമാണ് പലപ്പോഴും അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതെന്ന് വ്യക്തമാണ്. കാരണം ഇപ്പോൾ നീതുവിന്റെ ഈ കേസ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു.
നീതുവിന് ഈ അത്യാഹിതം സംഭവിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം അതിലെ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നേരത്തെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DMOയുടെ ഓഫീസിലേക്ക് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചുള്ള കത്ത് വന്നിരുന്നു. ആ കത്തിന് മറുപടി നൽകും മുൻപ് തന്നെ അതിനുശേഷം വന്ന ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ, പുതിയ ലൈസൻസുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ തിടുക്കത്തിൽ നടപടി ഉണ്ടായി എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടി കൊടുക്കുന്നതിന്റെ വേഗത്തെക്കാൾ വേഗത്തിൽ ഈ ക്ലിനിക്കിന് അനുകൂലമായ നടപടികളുമായി ചില നീക്കങ്ങൾ നടന്നുവെന്നാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോഴാണ് ഈ 2021 അമൃതരാജിന്റെ കേസ്, കൊട്ടാരക്കര സ്വദേശിയാണ് അമൃതരാജിന്റെ കേസ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമൃതരാജിന്റെ കുടുംബം ഈ നീതുവിന്റെ ഈ കേസ് വന്നതോടുകൂടിയാണ് അവരും പരാതിയായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നതും സമാനമായ രീതിയിൽ തന്നെയാണ്. ഈ കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് അമൃതരാജ് വിധേയനാകുന്നു. പിന്നീട് സ്ഥിതി ഗുരുതരമാകുന്നു. ആ ഗുരുതരമാകുന്നതോടുകൂടി തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ച് ഈ അത്യാസന്ന നിലയിലാവുകയും പിന്നീട് ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്നു. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യം കഞ്ഞിവെള്ളം കൊടുക്കാനാണ് പറയുന്നതെന്നാണ് അമൃതരാജിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അതായത് നീതുവിനോട് എന്ത് പറഞ്ഞോ അതേ കാര്യം തന്നെയാണ്. നീതുവിനോടും ഈ തരത്തിൽ ഉപ്പിട്ട വെള്ളം കുടിക്കാനാണ് പറയുന്നത്. ആരോഗ്യനില വഷളായപ്പോൾ ആ വിവരം അറിയിച്ചപ്പോൾ വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്തുവെന്ന പരാതിയാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല ഇതിൽ ഡോക്ടർമാരുടെ സംഘടനയുണ്ട്, IMA ഉണ്ട്. IMA ഇതൊരു ക്ലിനിക്കൽ ആക്സിഡന്റ് അങ്ങനെയാണ് കാണുന്നത്. അതായത് ഒരു അപകടം സംഭവിക്കുന്നു, അല്ലാതെ ഇതൊരു ചികിത്സാ പിഴവ് എന്ന നിലയിലേക്ക് അവർ എത്തുന്നില്ല. അവിടെയാണ് പരാതികൾ കൂടുതൽ ഉയർന്നു വരുന്നത്. ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. ഏതായിരുന്നാലും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. നീതുവിന്റെ കാര്യത്തിലും അമൃതിന്റെ കാര്യത്തിലും വീഴ്ചകളുണ്ടായെന്ന സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന നിലയ്ക്ക് വിശദമായ അന്വേഷണം ആരോഗ്യവകുപ്പ് നടത്തണം, ഇതിൽ കർശനമായ നടപടി കൈക്കൊള്ളണം എന്ന കാര്യമാണ് രണ്ട് കുടുംബവും ആവശ്യമായി ഉന്നയിക്കുന്നത്. നീതുവിന്റെ വിരലുകൾ, കാലിലെയും കൈയിലെയും വിരലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലാണ്. വയർ ഇപ്പോഴും തുന്നിക്കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. അണുബാധ അത്രയ്ക്ക് യുവതിയെ ബാധിച്ചിട്ടുണ്ട്. പ്രസവാനന്തരമാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ഇങ്ങനെ രണ്ട് ദുരനുഭവങ്ങളാണ് രണ്ട് കുടുംബങ്ങൾക്ക് ഈ ഒരേ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീജ, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരത്തിലുള്ള പരാതികൾ കൂടുതൽ വരുമ്പോൾ എന്തായാലും അമൃതിന്റെ കുടുംബം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കാണാനും DGP നേരിട്ട് കാണാനും ഒക്കെ ആലോചിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് കാര്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഒരു സംഭവം ഉണ്ടായി, ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കട്ടെ. നീതുവിനും അമൃതിനും നീതി കിട്ടട്ടെ.